സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജേണി വിത്ത് വിസ്മു. അപ്പോൾ നമ്മൾ ഒരാഴ്ചത്തെ ഗ്യാപ്പിന് ശേഷം ടൂർ ഗ്യാപ്പിന് ശേഷം വീണ്ടും തിരിച്ചെത്തി. അപ്പോൾ ഇന്നും ഒരു സ്റ്റഡി വ്ളോഗാണ്. അതായത് നമ്മളുടെ ഓൾ സബ്ജക്ട്സ് സ്റ്റഡി വ്ളോഗ് സീരീസിലെ ലാസ്റ്റ് സ്റ്റഡി വ്ളോഗാണ്. അതായത് നമ്മുടെ ലാംഗ്വേജസ് ആയ ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് മലയാളം ആണ് ഇന്നത്തെ സ്റ്റഡി വ്ളോഗിൽ ഉള്ളത്. ഫസ്റ്റ് തന്നെ ഹിന്ദി എടുക്കാം. ആദ്യമേ ഒരു കാര്യം പറയാലോ, മുझे ഹിന്ദി നെഹി മാലു. യഥാർത്ഥത്തിൽ എനിക്ക് ഹിന്ദി വലിയ പിടുത്തമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, എന്തൊക്കെയോ അങ്ങനെ ഇങ്ങനെയൊക്കെ പഠിച്ച് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഗ്രാമറൊന്നും വലുതായിട്ട് ഒരു അറിവുമില്ല എനിക്ക്. ഇപ്പം പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏക്ക് തിൻക എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതായത് അഹങ്കാരം മാറ്റാൻ വേണ്ടി, എത്ര വലിയ അഹങ്കാരം അത് മാറ്റാൻ വേണ്ടി ചെറിയൊരു പുൽനാമ്പ് മതി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണത്. ട്യൂഷനിലും സ്കൂളിലും ലാസ്റ്റായിട്ട് പഠിപ്പിച്ചിട്ടാണ്, അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഹിന്ദി പഠിക്കുന്നതെന്ന് വെച്ചാൽ ഗൈഡായിട്ടുള്ള ലേബർ ഇന്ത്യ, കുറേ ഗൈഡുകൾക്ക് ഉണ്ട്. ലേബർ ഇന്ത്യ അങ്ങനത്തെ ഹിന്ദിക്ക് വേണ്ടിയുള്ള ഗൈഡുകൾ, ഹിന്ദിയുള്ള ഗൈഡ് എടുക്കും. എന്നിട്ട് നമ്മൾ ഈ ചാപ്റ്റർ എടുത്തിട്ട് അതിൽ ഉള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പം ഒരു പോയമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആശയമൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലും ചോദിക്കുക. അപ്പം ആശയം അതൊക്കെ പഠിക്കും. ചുരുക്കം പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് കാണാപ്പാടമാണ് ഹിന്ദിയിൽ മാത്രം നടക്കുന്നത്. കാര്യം എനിക്ക് ഹിന്ദി വലിയ ഗ്രാമറൊന്നും വലിയ പിടുത്തമില്ല. അപ്പോൾ കുറച്ചൊക്കെ അറിയാം, പക്ഷേ വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് ഒരു കൈൻഡ് ഓഫ് കാണാതെ പഠിത്തമാണ് നടക്കുന്നത് ഹിന്ദിയിൽ. എൻ്റെ രീതിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൈഡുകൾക്കൊന്നും ഒരു കുറവുമില്ല, ഇഷ്ടംപോലെ ഗൈഡുകളുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഒന്നും ഉപയോഗിക്കുന്നില്ലെന്ന് വേണം പറയാൻ. ഈ സഹപാഠി എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് ടീച്ചർ നമുക്ക് കൊണ്ട് കാണിച്ചു തന്നതാണ്. പിന്നെ നമ്മൾ 60 രൂപ എന്തേ ഉള്ളൂ, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. പക്ഷേ ഇത് നല്ല സാധനമാണ്, പക്ഷേ അത്രയൊക്കെ ഒന്നും ഉപയോഗിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. എക്സാം വരുമ്പോൾ മാത്രം തുറന്ന് നോക്കുക, അതാണ് സത്യം. പിന്നെ പക്ഷേ ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മൾ ചാപ്റ്റർ ഫുള്ള്, വലിയ ചാപ്റ്റർ ഒരു മലയാളത്തിലോട്ടൊക്കെ ഫുള്ള് അതുപോലെ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ വായിച്ചാൽ ശരിക്കും അതിൻ്റെ കാര്യം പോലെ ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്തതായി മലയാളത്തിന് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ സ്റ്റഡി മെത്തേഡും കാര്യങ്ങളോ ഒന്നുമില്ല. ഹിന്ദി പോലെ ഒരു സെയിം വേ ആണ്. കാണാപ്പെടുത്തവും നല്ല ഉദ്ദേശിച്ചത്. അതായത് ഗൈഡ് എടുക്കുന്നു, പിന്നെ അതിൽ ഈ മോർ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാ വിഷയത്തിനും ഉണ്ട്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളെന്ന് പറഞ്ഞിട്ട്, അപ്പം ആ ടോപ്പിക്കിൽ പോകുമ്പോഴത്തേക്ക് വൺ വേർഡ് ആയിരുന്നാലും കാണും. നമ്മുടെ ഈ ഗ്രാമർ ഉണ്ടല്ലോ മലയാളത്തിൽ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഇതിൽ കാണും. അപ്പോൾ അതൊക്കെ നോക്കും. പിന്നെ 4 മാർക്കിനും ഇപ്പം 4 മാർക്കിന് 7 മാർക്കിനും, ഇപ്പം 5 മാർക്കില്ല, 5 മാർക്കിന് 7 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഇതിൽ നിന്ന് നോക്കി പഠിക്കും. കൂടുതലും ലേബറിൻ്റെ നോക്കിയാണ് ഞാൻ മലയാളമൊക്കെ പഠിക്കുന്നത്, സ്കൂളിലെ നോട്ടിനേക്കാളും. ആശയം മാത്രം സ്കൂളിൽ നോക്കിയിട്ട് ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ ലേബറിൻ്റെ നോക്കിയാണ് കൂടുതലും പഠിക്കുന്നത്. പിന്നെ ഫൈനലി ഇംഗ്ലീഷിൽ ലേറ്റസ്റ്റ് ആയിട്ട് പഠിപ്പിച്ച വോറാണ്. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷിൽ ഞങ്ങളെ ഗ്രൂപ്പായിട്ട് ടീച്ചർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെ ബാക്കി എക്സ്റ്റൻഡ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ഓരോ ഗ്രൂപ്പ് വർക്കായിട്ട് തരുമ്പം നമ്മളെല്ലാവരും കൂടെ കോൺട്രിബ്യൂഷൻ നമ്മൾ ചെയ്യും. അപ്പോൾ നമുക്ക് പോയിൻ്റൊക്കെ കിട്ടും. അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്. പിന്നെ ഞാൻ സെൽഫായിട്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റഡി പ്ലാനാണിത്. മോർണിംഗ് ഈവനിംഗ് എന്നൊക്കെ പറഞ്ഞ് ടൈം ടേബിൾ അനുസരിച്ചുള്ള സ്റ്റഡി റൂട്ടീൻ, പക്ഷേ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, സോ ബൈ.